ക്രൂരമായ ആ കൊലപാതകം അത് ഒരു നിമിഷത്തെ ആവേശം കൊണ്ട് മാത്രം സംഭവിച്ചതായിരുന്നില്ല. മറിച്ച് കാലങ്ങളെടുത്ത് കണക്കുകൂട്ടി നടപ്പാക്കിയ അതിക്രൂരമായ കൃത്യം. കൊലയാളിയുടെ മനസ്സിന്റെ ഇരുണ്ട ഇടനാഴികളിൽ രൂപം കൊണ്ട ആസൂത്രിതമായ ചിന്തകൾക്ക് പ്രിയപ്പെട്ടവൾ തന്നെ കൂട്ടുനിന്നു. മനുഷ്യ നന്മയെ കാർന്നു തിന്നുന്ന അവിശ്വാസത്തിന്റെ അസുരത വിശ്വാസത്തിന്റെ പുഞ്ചിരിയിൽ കലർത്തി അവിശ്വാസത്തിന്റെ വിഷം തെല്ലും ആശങ്കയില്ലാതെ അവർ നൽകി. വസന്തകാലത്തെ ആ തണുത്ത വെളുപ്പാൻ കാലത്ത് അവിടെ സംഭവിച്ചത് എന്താണ്? ഡൗൺ അണ്ടർ ഓസ്ട്രേലിയൻ വൻകരയെ അങ്ങനെയും വിശേഷിപ്പിക്കാറുണ്ട്. ജോലി തേടിയും ഒരു നേരത്തെ അന്നത്തിനു വേണ്ടിയും കുടിയേറുന്നവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന രാജ്യം. ഒരിക്കലും തങ്ങൾക്ക് കേൾക്കേണ്ടി വരുമെന്ന് കരുതിയ വാർത്തയല്ല അന്ന് മെൽബണിലെ മലയാളി സമൂഹത്തെ തേടിയെത്തിയത്. വിദ്വേഷം ഉള്ളിലൊതുക്കി ചെറുപുഞ്ചിരിയോടെ ചിലർ നടപ്പാക്കിയ ആ കൃത്യം കൺമുന്നിൽ പിടഞ്ഞവസാനിക്കുമ്പോഴും കാരുണ്യത്തിന്റെ ഒരു കണിക പോലുമില്ലാതെ ക്രൂരതയുടെ വന്യമായ കോമ്പല്ലുകൾ കാട്ടി അവർ ചിരിച്ചു. അവന്റെ മരണം തങ്ങൾക്ക് നൽകുന്ന എക്സ്ട്രീം ഫ്രീഡത്തെ ആലോചിച്ചു. ആരംഭിക്കാം കുറ്റവും ശിക്ഷയും. മെൽബണിലെ ഒരു തണുത്ത വെളുപ്പാൻ കാലം. പുതിയ ജീവിതം അന്വേഷിച്ച് നാടും വീടും ഉപേക്ഷിച്ചെത്തിയ കുടിയേറ്റക്കാരുള്ള മണ്ണ്. മലയാളികളുടെ സാന്നിധ്യം മെൽബൺ നഗരത്തിൽ എമ്പാടും കാണാം. പക്ഷേ അന്നൊരു ദുരന്ത വാർത്ത കേട്ടാണ് മെൽബൺ മലയാളി സമൂഹം ഉണർന്നത്. മലയാളി സാമൂഹ്യ കൂട്ടായ്മയിലെ നിറസാന്നിധ്യമായിരുന്ന, എല്ലാവരോടും ചെറുപുഞ്ചിരിയോടെ മാത്രം സംസാരിച്ചിരുന്ന ആ യുവാവിന് സംഭവിച്ച ദുരന്തം കാട്ടുതീ പോലെ പടർന്നു. ഒക്ടോബർ 14 ബുധനാഴ്ച പുലർച്ചെ 5 മണി. ക്രിക്ലാൻഡ് കോർട്ട്, എപ്പിംഗ്, മെൽബൺ, ഓസ്ട്രേലിയ. മെൽബണിൽ മലയാളികൾ ഏറെ താമസിക്കുന്ന റെസിഡൻഷ്യൽ മേഖലയാണ് എപ്പിംഗ്. വസന്തകാലത്തിന്റെ തുടക്കമായതിനാൽ തണുത്ത കാലാവസ്ഥയാണ് മെൽബണിൽ. പുലർച്ചെ സമയത്ത് 15 ഡിഗ്രിയോടടുത്ത് മാത്രം താപനില. ആ ഒക്ടോബർ മാസ പുലരിയും എപ്പിങ്ങുകാരെ സംബന്ധിച്ച് ഒരു സാധാരണ ദിവസമായിരുന്നു. പക്ഷേ ഒരു മരണവാർത്ത കേട്ടാണ് എപ്പിംഗ് സബർബൻ ഏരിയ അന്ന് ഉണർന്നത്. എപ്പിങ്ങിലെ ക്രിക്ലാൻഡ് കോർട്ടിലെ മലയാളി കുടുംബത്തിൽ നിന്നായിരുന്നു ആ വാർത്ത. ഭാര്യയ്ക്കും 4 വയസ്സുള്ള മകനുമൊപ്പം കിടന്നുറങ്ങിയ സാം എന്ന യുവാവ് മരിച്ചിരിക്കുന്നു. പുലർച്ചെ ഭാര്യ സാമിനെ വിളിച്ചുണർത്താൻ നോക്കിയെങ്കിലും സാം ഉണർന്നില്ല. സാമിന്റെ ശരീരം തണുത്ത് മരവിച്ച നിലയിലായിരുന്നു. ഹൃദയമിടിപ്പും നിലച്ച നിലയിലായിരുന്നു. ഇതോടെയാണ് സാമിന് ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് ഭാര്യ സോഫിയ മനസ്സിലാക്കിയത്. സാം ഇബ്രഹാം, വയസ്സ് 34, അക്കൗണ്ടന്റ്, ക്രിക്ലാൻഡ് കോർട്ട്, എപ്പിംഗ്, മെൽബൺ, ഓസ്ട്രേലിയ. ഭാര്യ സോഫിയ ഉടൻ തന്നെ ഓസ്ട്രേലിയയിലെ എമർജൻസി നമ്പറായ 000 വിളിച്ചു. തന്റെ ഭർത്താവിനെന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നതാണ്. ഉറക്കത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. സാർ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം. അടിയന്തര മെഡിക്കൽ സംവിധാനങ്ങളുമായി ഉടൻ എത്താമെന്ന് 000 നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഫോൺ കോളിലുടനീളം സോഫിയ കരയുകയായിരുന്നു. 000 നിന്നുള്ള നിർദ്ദേശപ്രകാരം പോലീസും എമർജൻസി വിഭാഗവും ക്രിക്ലാൻഡ് കോർട്ടിലെ സാമിന്റെ വീട് ലക്ഷ്യമാക്കി കുതിച്ചു. ഡോക്ടർമാർ എത്തി നടത്തിയ പരിശോധനയിലാണ് ആ വേദന നിറഞ്ഞ വാർത്ത സോഫിയ അറിഞ്ഞത്. സാം ഇബ്രഹാം മരിച്ചിരിക്കുന്നു. ഉറക്കത്തിനിടെ ഹൃദയാഘാതം സംഭവിച്ചതാണെന്നായിരുന്നു പ്രാഥമിക നിഗമനം. ആ വീട്ടിൽ സാമിനെ കൂടാതെ ഭാര്യ സോഫിയയും 4 വയസ്സുകാരൻ മകനും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതോടെ മെൽബൺ പോലീസ് സോഫിയയുടെ മൊഴി രേഖപ്പെടുത്തി. തലേ ദിവസം ഉറങ്ങാൻ കിടന്ന സമയവും തലേന്ന് രാത്രി സാം കഴിച്ച ഭക്ഷണത്തിന്റെ വിശദാംശങ്ങളും പോലീസ് തേടി. അയൽവാസികളായ മറ്റു മലയാളി കുടുംബങ്ങളിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. അസ്വാഭാവിക മരണമായതിനാലും മരണകാരണം വ്യക്തമല്ലാത്തതിനാലും പോലീസ് വിവരം കൊറോണർ കോടതിയിലേക്ക് റിപ്പോർട്ട് ചെയ്തു.
ഓസ്ട്രേലിയയിൽ മരണകാരണം ഔദ്യോഗികമായി കണ്ടെത്താനുള്ള സ്വതന്ത്ര നിയമപരമായ അധികാരം കൊറോണർ കോടതിക്കാണ്. പ്രാഥമിക ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മെൽബണിലെ പ്രത്യേക ഫോറൻസിക് മോർച്ചറിയിലേക്ക് മാറ്റി. കൊല്ലം പുനലൂർ സ്വദേശിയാണ് സാം എബ്രഹാം. പുനലൂരിനടുത്തുള്ള കരവാളൂർ എന്ന ഗ്രാമമാണ് സാമിന്റെ സ്വദേശം. കരവാളൂർ ബഥേൽ മാർത്തോമ ചർച്ച് ഇടവകാംഗമായിരുന്നു സാം. വൈകാതെ സാമിന്റെ മരണവിവരം ഭാര്യ സോഫിയ പുനലൂരിലെ കുടുംബ വീട്ടിൽ വിളിച്ചറിയിച്ചു. മെൽബണിലെ സ്വകാര്യ മണി എക്സ്ചേഞ്ച് സ്ഥാപനത്തിൽ സീനിയർ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നതിനിടെയാണ് മരണം സാമിന്റെ ജീവൻ കവർന്നത്. ഓസ്ട്രേലിയയിൽ എത്തുന്നതിനു മുമ്പ് സാം ഗൾഫിലും ജോലി ചെയ്തിരുന്നു. അക്കൗണ്ടന്റായി തന്നെയായിരുന്നു സാം ഗൾഫിലും ദീർഘകാലം ജോലി ചെയ്തത്. സോഫിയയ്ക്ക് മെൽബണിൽ തന്നെയുള്ള ഒരു IT കമ്പനിയിലാണ് ജോലി. ഹൃദയാഘാതമാണ് മരണകാരണമെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഭാര്യ സോഫിയയ്ക്ക് കൈമാറി. ഒക്ടോബർ 23 വെള്ളിയാഴ്ച സാമിന്റെ മൃതദേഹം ജന്മനാടായ കൊല്ലം പുനലൂരിലെ കരവാളൂരിൽ എത്തിച്ച ശേഷം ബഥേൽ മാർത്തോമ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു പള്ളി സെമിത്തേരിയിൽ സാമിനെ അടക്കം ചെയ്തത്. തന്റെ മുത്തശ്ശന്റെ കല്ലറയ്ക്ക് സമീപം തന്നെയും അടക്കണമെന്ന് മുൻപ് നാട്ടിൽ വന്നപ്പോൾ സാം പിതാവിനോട് പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് പള്ളി സെമിത്തേരിയിലെ സംസ്കാരം. വേദന നിറഞ്ഞതായിരുന്നു സാമിന്റെ സംസ്കാര ചടങ്ങുകൾ. ഭാര്യ സോഫിയ സാമിന്റെ മൃതദേഹത്തിന് സമീപത്തിരുന്ന് പൊട്ടിക്കരഞ്ഞതോടെ ആ നാടും വിതുമ്പി. മികച്ചൊരു അക്കൗണ്ടന്റ് എന്നതിലുപരി നല്ലൊരു ഗായകൻ കൂടിയായിരുന്നു സാം എബ്രഹാം. മെൽബണിലെ മലയാളി കൂട്ടായ്മകളിലും അവർ ഒത്തുചേരുന്ന പള്ളിയിലെ കൊയറിലും അദ്ദേഹം സജീവമായി പാടിയിരുന്നു. യുവജനങ്ങൾക്കിടയിലെ കൂട്ടായ്മകളിലും സാം എന്ന യുവാവ് ചുറുചുറുക്കോടെയാണ് പെരുമാറിയത്. സാമിന്റെ വിയോഗം മെൽബൺ മലയാളികൾക്കും തീരാ ദുഃഖമാണ് സമ്മാനിച്ചത്. പുനലൂരിലെ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് സോഫിയയും മകനും കരുവാളൂരിലെ വീട്ടിൽ താമസിച്ചത്. പിന്നാലെ മെൽബണിലെ തന്റെ ജോലിസ്ഥലത്തേക്ക് സോഫിയയും മകനും മടങ്ങി. സോഫിയയുടെ സ്വദേശം കൊല്ലം ജില്ലയിലെ പുനലൂരിനടുത്തുള്ള കരവാളൂർ തന്നെയാണ്. കൊല്ലപ്പെട്ട സാമിന്റെയും സോഫിയയുടെയും വീടുകൾ ഒരേ നാട്ടിൽ അടുത്തടുത്ത്. മുൻ പട്ടാള ഉദ്യോഗസ്ഥന്റെ മകളാണ് സോഫിയ. സാമും സോഫിയയും ഒരേ നാട്ടുകാരായതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ പരസ്പരം അറിയാമായിരുന്നു. ഒരേ പള്ളിയിലെ കൊയർ ഗ്രൂപ്പിൽ ഒന്നിച്ചു പാടിയിരുന്നവർ വൈകാതെ സുഹൃത്തുക്കളായി. ഈ സൗഹൃദമാണ് പിന്നീട് പ്രണയമായി മാറിയതും 2008 ഇവരുടെ വിവാഹത്തിൽ കലാശിച്ചതും. മെൽബണിൽ നഴ്സായിരുന്ന സ്വന്തം ചേച്ചിയുടെ സഹായത്തോടെയാണ് സോഫിയ ആദ്യം ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്നത്. പിന്നീട് ദുബായിലായിരുന്ന ഭർത്താവ് സാമിനെയും മകനെയും സോഫിയ മെൽബണിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്നാൽ ദുരൂഹതകൾ പലതും ബാക്കി വച്ചായിരുന്നു സാമിന്റെ മടക്കം. ചെറുപ്പക്കാരനായ യുവാവ്, അതും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത യുവാവ്, ഹൃദയാഘാതം സംഭവിച്ച് മരിക്കുക. പുനലൂരിലെ സാമിന്റെ ചില ബന്ധുക്കൾക്കിടയിൽ സംശയമുയർന്നു. സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെയാണ് ഈ സംശയം പലരും പുറത്തു പറഞ്ഞത്. അപ്പോഴേക്കും സോഫിയ മകനെയും കൊണ്ട് മെൽബണിലേക്ക് തിരിച്ചു പറന്നിരുന്നു. സാമിന്റെ മരണം സാമ്പത്തികമായും ആ കുടുംബത്തെ തളർത്തി. എന്നാൽ ചില ദുരൂഹതകൾ അവിടെ ഉയരുകയായിരുന്നു. സാമിന്റെ മരണം അത് വെറും ഒരു ഹൃദയാഘാതമാണോ? ചോദ്യങ്ങൾ നിരവധി ബാക്കിയായി. എന്നാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തേടി അവർ അതിന്റെ പിറകിൽ തന്നെ ഉണ്ടായിരുന്നു. അനീതിക്കെതിരെ ഇരയ്ക്ക് വേണ്ടി നീതി നടപ്പാക്കാൻ. മെൽബണിൽ തിരികെ എത്തിയ സോഫിയ തന്റെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. അതിനിടെ സാമിന്റെ മരണത്തെ തുടർന്ന് സാമ്പത്തികമായി പ്രതിസന്ധിയിലായിരുന്നു സോഫിയ. മെൽബണിൽ തിരിച്ചെത്തി ഏതാനും മാസത്തിനു ശേഷം താമസിച്ചിരുന്ന വീടൊഴിഞ്ഞ സോഫിയ മകനെയും കൊണ്ട് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി. അതിനിടെ സാമ്പത്തികമായി പ്രതിസന്ധിയിലായ സാമിന്റെ കുടുംബത്തെ സഹായിക്കാൻ മെൽബണിൽ മലയാളികൾ ചേർന്ന് $30,000 സ്വരൂപിച്ച് സോഫിയയ്ക്ക് നൽകി. സാമിന്റെ മരണം നടന്ന് 10 മാസം പിന്നിട്ടു. അതിനിടെയാണ് ആ വാർത്ത മെൽബൺ മലയാളികളെ ഞെട്ടിച്ചത്. 2016 ഓഗസ്റ്റ് 12 വെള്ളിയാഴ്ച സാമിന്റെ മരണത്തിൽ സോഫിയയെ വിക്ടോറിയ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു.
വാർത്ത കേട്ടവർ ഞെട്ടി. എന്താണ് സംഭവം? എന്തിനാണ് സാമിന്റെ മരണത്തിൽ ഭാര്യ സോഫിയയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? സാമിന്റേത് ഹൃദയാഘാതം മൂലമുള്ള മരണമല്ലേ? അതെങ്ങനെ കൊലപാതകമായി? ചോദ്യങ്ങൾ നിരവധി ബാക്കിയായി. അതിനിടെ സോഫിയയുടെ അറസ്റ്റ് വിവരം പുനലൂരിലെ സാമിന്റെയും സോഫിയയുടെയും നാടായ കരുവാളൂരിലുമെത്തി. സോഫിയയ്ക്കൊപ്പം അരുൺ കമലാസനൻ എന്ന മെൽബൺ മലയാളിയെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയാണ് അരുൺ. അരുണിന് സാമിന്റെ മരണവുമായി എന്ത് ബന്ധം? വൈകാതെ വിക്ടോറിയ പോലീസ് കേസിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടു. സോഫിയ സാം, വയസ്സ് 32, IT പ്രൊഫഷണൽ, മെൽബൺ, ഓസ്ട്രേലിയ. സാം എബ്രഹാമിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇതേക്കുറിച്ച് വിക്ടോറിയ പോലീസിലെ നരഹത്യ സ്ക്വാഡ് അന്വേഷണം തുടങ്ങിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലായിരുന്നു ഇതിന്റെ കാരണം. 2015 നവംബർ 12 പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൈനൈഡ് ഉള്ളിൽ ചെന്നതായി കണ്ടെത്തിയിരുന്നു. സാമിന്റെ രക്തത്തിലും കരളിലും അമിതമായ അളവിൽ സൈനൈഡ് കലർന്നിട്ടുള്ളതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. ഇതോടെയാണ് വിക്ടോറിയ പോലീസ് രഹസ്യാന്വേഷണം ആരംഭിച്ചത്. സാമിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ പോലും മരണകാരണം അറിയിക്കാതെയായിരുന്നു രഹസ്യാന്വേഷണം. സാമിന്റെ ഉള്ളിൽ എങ്ങനെയാണ് സൈനൈഡ് എത്തിയത്? ഭാര്യ സോഫിയയ്ക്ക് ഇതിൽ പങ്കുണ്ടോ? സോഫിയയ്ക്ക് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ? ഇതെല്ലാം കണ്ടെത്തണം. രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. നവംബർ 25 അതിനിടെയാണ് ഒരു അജ്ഞാത സന്ദേശം വിക്ടോറിയ പോലീസിനെ തേടിയെത്തുന്നത്. സാമിന്റെ കൊലയാളിയെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നതായിരുന്നു ആ അജ്ഞാത സ്ത്രീയുടെ സന്ദേശം. കാമുകനുമായുള്ള സോഫിയയുടെ അവിഹിത ബന്ധത്തെപ്പറ്റി പോലീസിന് സൂചന ലഭിച്ചതും ആ സന്ദേശത്തിലൂടെയായിരുന്നു. വൈകാതെ അജ്ഞാത സ്ത്രീ അരുൺ കമലാസനൻ എന്നയാളുടെ ഭാര്യയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. പ്രതിയായ അരുണിന്റെ ഭാര്യ തന്നെ കൊലപാതകത്തിൽ അരുണിന്റെ പങ്കിനെക്കുറിച്ച് നിർണായക വിവരം തന്നതോടെയാണ് വിക്ടോറിയ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ഏജന്റ് നമ്പർ XX എന്ന കോഡിൽ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥനെ കേസന്വേഷണം ഏൽപ്പിക്കുന്നത്. സോഫിയ സാമിനെ നിരീക്ഷിക്കുക എന്നതായിരുന്നു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്റെ ചുമതല. ഈ നിരീക്ഷണത്തിനിടെയാണ് ഭർത്താവിന്റെ സംസ്കാരശേഷം തിരികെ മെൽബണിലെത്തിയ സോഫിയ അരുൺ കമലാസനൊപ്പം കഴിയുന്ന വിവരം ലഭിച്ചത്. അരുണിനൊപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും കാറിൽ സോഫിയയുടെ വീട്ടിലേക്ക് പോകുന്നതുമെല്ലാം ഉദ്യോഗസ്ഥൻ രഹസ്യമായി ചിത്രീകരിച്ചു. വൈകാതെ അന്വേഷണം അരുൺ കമലാസനിലേക്ക് നീണ്ടു. സാം മരിക്കുന്നതിന് 10 മാസം മുമ്പേ അരുൺ തന്റെ ഭാര്യയെയും കുട്ടിയെയും കേരളത്തിലേക്ക് പറഞ്ഞയച്ചിരുന്നു. ഓസ്ട്രേലിയയിൽ കുട്ടിയെ പരിചരിക്കുവാനുള്ള ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടിയായിരുന്നു അരുണിന്റെ ഈ നീക്കം. എന്നാൽ തന്റെ ഭർത്താവിന് സോഫിയയുമായി അരുതാത്ത ബന്ധം അരുണിന്റെ ഭാര്യയുടെ ചെവിയിലുമെത്തിയിരുന്നു. സോഫിയയുമൊത്തുള്ള രഹസ്യ കൂടിക്കാഴ്ച അരുൺ മൊബൈലിൽ ചിത്രീകരിച്ചതും ഇത് അരുണിന്റെ ഭാര്യ കാണാനിടയാകുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് ഭാര്യ അരുണിനോട് പിണങ്ങി നാട്ടിലേക്ക് മടങ്ങിയത്. നാട്ടിലെത്തിയ ഇവർ ഭർത്താവിന്റെ തെറ്റായ രീതിയിലുള്ള പോക്ക് വീട്ടിലറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് സാം കൊല്ലപ്പെട്ട വിവരം അരുണിന്റെ ഭാര്യ അറിഞ്ഞത്. സാമിന്റെ മരണത്തിൽ അരുണിന്റെ പങ്കിനെക്കുറിച്ച് സംശയിച്ച ഭാര്യ വിക്ടോറിയ പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തു. അതിനിടെ അരുണുമായി സൗഹൃദം സ്ഥാപിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു. ഇവർ ഗുണ്ടകളായി വേഷം കെട്ടി അരുണുമായി സൗഹൃദം സ്ഥാപിച്ചു. തങ്ങളുടെ സംഘത്തിൽ അരുണിനെ ചേർക്കാമെന്നും പ്രതിഫലമായി നിശ്ചിത തുക തരാമെന്നും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായ അരുൺ അതിന് സമ്മതിച്ചു. സംഘത്തലവനായി വേഷമിട്ടത് ഡാൻ എന്ന രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. വൈകാതെ ഡാനിന്റെ വലം കൈയായി അരുണിനെ ഇയാൾ തിരഞ്ഞെടുത്തു. ഡാനിനെ പൂർണ്ണ വിശ്വാസത്തിലെടുത്ത അരുൺ അതിനിടെ തന്റെ കയ്യിലുണ്ടായിരുന്ന സൈനൈഡ് പൊടി സൂക്ഷിക്കാൻ ഡാനിനെ ഏൽപ്പിച്ചു. താൻ മുൻപ് ചെയ്ത കാര്യത്തിന്റെ പേരിൽ പോലീസ് അന്വേഷിച്ചു വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞായിരുന്നു അരുൺ സൈനൈഡ് പൊടി ഡാനിന്റെ കൈവശം നൽകിയത്. പിന്നാലെ ഡാനിന്റെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ വന്നതോടെയാണ് സാം എബ്രഹാം എന്ന തന്റെ കാമുകിയുടെ ഭർത്താവിനെ കൊലപ്പെടുത്താനാണ് സൈനൈഡ് ഉപയോഗിച്ചതെന്ന വിവരം അരുൺ വെളിപ്പെടുത്തിയത്. അരുണിന്റെ ഈ സംഭാഷണമെല്ലാം ഡാൻ രഹസ്യമായി റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്നു. വൈകാതെ അരുണിനെ രഹസ്യാന്വേഷണ വിഭാഗം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കാലങ്ങളായി മനസ്സിലൊളിപ്പിച്ച പ്രണയം തടസ്സമായി നിന്നതാകട്ടെ ഭർത്താവും.
ഒടുവിൽ നിയമപാലകർ നിരത്തിയ തെളിവുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഇരുവർക്കും സാധിച്ചില്ല. തെല്ലും ഭാവവ്യത്യാസമില്ലാതെയാണ് ക്രൂരതയുടെ ഭാണ്ഡക്കെട്ട് അവർ അഴിച്ചത്. നൈമിഷികമായ ആഗ്രഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കൊടുവിൽ നടത്തിയ കൊലപാതകം. ഇരയ്ക്കായി പലവട്ടം അവർ വലവിരിച്ച കഥയും വൈകാതെ പുറത്തുവന്നു. അരുൺ കമലാസനൻ, വയസ്സ് 32, ഇൻസ്ട്രുമെന്റ് എഞ്ചിനീയർ, പാലക്കാട് സ്വദേശി, മെൽബൺ. എന്തിനാണ് സോഫിയയും അരുണും ചേർന്ന് സാമിനെ വകവരുത്താൻ തീരുമാനിച്ചത്? എങ്ങനെയാണ് അവർ തമ്മിൽ പരിചയം? വൈകാതെ വിക്ടോറിയ പോലീസിന്റെ ചോദ്യം ചെയ്യലുകൾക്കിടെ അരുൺ വെളിപ്പെടുത്തിയത് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. കോട്ടയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് സോഫിയയും അരുണുമായി പ്രണയത്തിലാകുന്നത്. ഈ സമയം അവിടെ പഠിക്കാനെത്തിയ സാമിന് സോഫിയയും അരുണുമായുള്ള അടുപ്പത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അരുണുമായി സോഫിയയ്ക്ക് സൗഹൃദമുണ്ടെന്ന് മാത്രമേ സാം കരുതിയിരുന്നുള്ളൂ. എന്നാൽ സൗഹൃദത്തിനുമപ്പുറം ഇരുവരും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടെന്ന് സാമും തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നീട് സാമുമായുള്ള വിവാഹശേഷം സോഫിയ ഓസ്ട്രേലിയയിലെത്തി. കുറെ നാളുകൾക്ക് ശേഷം സാമും മെൽബണിലെത്തി. ഇതിനിടെ അരുണും ഇൻസ്ട്രുമെന്റ് എഞ്ചിനീയർ ജോലി ലഭിച്ച് മെൽബണിലെത്തിയിരുന്നു. സാമുമായുള്ള ദാമ്പത്യ ബന്ധം തുടരുന്നതിനിടെ അരുണുമായും സോഫിയ ബന്ധം പുലർത്തി. അരുൺ ഓസ്ട്രേലിയയിൽ എത്തിയതോടെ ഈ ബന്ധം കൂടുതൽ തീവ്രമാകുകയായിരുന്നു. അരുണുമായുള്ള ബന്ധം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാമിനെ ഇല്ലാതാക്കാൻ സോഫിയ തീരുമാനിച്ചത്. സാമിനെ ഒഴിവാക്കിയ ശേഷം അരുണുമായി ചേർന്ന് ജീവിക്കാൻ സോഫിയ അരുണുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കുകയും കൊല നടത്തുകയുമായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ഇരുവരും ഒരുമിച്ച് യാത്രകൾ നടത്തിയതിനും പോലീസ് തെളിവുകൾ ശേഖരിച്ചു. മാത്രമല്ല, സോഫിയയുടെയും അരുണിന്റെയും ഡയറി കുറിപ്പുകളും സാം കൊലക്കേസിൽ നിർണായക തെളിവുകളായി. അരുണിന്റെയും സോഫിയയുടെയും പേരിൽ 2014 ജനുവരിയിൽ ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയതായും അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, അരുണിന്റെ പേരിലുള്ള ഫോൺ നമ്പർ സ്ഥിരമായി ഉപയോഗിച്ചത് സോഫിയയായിരുന്നു. ഇന്ത്യയിലേക്ക് അരുണിന്റെ മേൽവിലാസത്തിൽ സോഫിയ പണം അയച്ചിരുന്നതായും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. സാമിന്റെ മരണശേഷം സാമിന്റെ പേരിലുള്ള കാർ അരുണിന്റെ പേരിലേക്ക് മാറ്റിയിരുന്നുവെന്നതും തെളിവായി പോലീസ് പ്രതികൾക്ക് മുന്നിൽ നിരത്തി. ഇതോടെ സോഫിയയ്ക്കും ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാനായില്ല. അരുണിന് തന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് സോഫിയെ ചോദ്യം ചെയ്തതോടെ പോലീസിന് മനസ്സിലായി. തന്റെ വീട്ടുകാർക്ക് സമ്മതമല്ലാത്തതുകൊണ്ട് ആ വിവാഹം നടന്നില്ല. പിന്നീട് സുഹൃത്തായി തുടരാൻ തന്നെ അരുണിനോട് പറയുകയായിരുന്നുവെന്നും സോഫിയ പോലീസിനോട് വെളിപ്പെടുത്തി. അരുണുമായുള്ള സൗഹൃദത്തിൽ സാമിന് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. തന്നെ പൂർണ്ണമായി സാം വിശ്വസിച്ചിരുന്നുവെന്നും ഇത് മുതലെടുത്താണ് ഭർത്താവായ സാമിനെ ഒഴിവാക്കാൻ സോഫിയയും അരുണും ചേർന്ന് പദ്ധതി തയ്യാറാക്കിയതെന്നുമായിരുന്നു സോഫിയയുടെ പുറത്തുവന്ന മൊഴിയിൽ പറഞ്ഞത്. സാമിയെ ഒഴിവാക്കുവാനുള്ള ആശയം മുന്നോട്ട് വച്ചത് സോഫിയാണെന്ന് അരുൺ മൊഴി നൽകി. താൻ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും സോഫിയയുടെ കടുംപിടുത്തം മൂലമൊടുവിൽ താൻ സാമിനെ വകവരുത്താൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് അരുൺ പോലീസിനോട് പറഞ്ഞു. സാം കൊല്ലപ്പെട്ടതിന് 10 മാസം മുമ്പ് തന്നെ കൊലപാതകത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ഒരു പഴുതുമില്ലാതെയായിരുന്നു ഒരുക്കങ്ങൾ. അതീവ രഹസ്യമായി ഡിറ്റക്റ്റീവ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ സോഫിയയും അരുണിനെയും കുരുക്കിലാക്കാനുള്ള മറ്റു തെളിവുകളും പോലീസിന് ലഭിച്ചു. ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളാണ് നിർണായക തെളിവായി മാറിയത്. സോഫിയയും അരുണും തമ്മിൽ 6000-ഓളം തവണ ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. 100 മണിക്കൂറോളം വരുന്ന ഈ സംഭാഷണങ്ങൾ അത്രയും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ് പോലീസ് തെളിവുകൾ ശേഖരിച്ചത്. സാം മരിക്കുന്നതിന് 3 മാസം മുമ്പ് സാമിനെതിരെ റെയിൽവേ സ്റ്റേഷൻ പാർക്കിങ്ങിൽ ഉണ്ടായ കൊലപാതക ശ്രമം അന്വേഷിച്ച പോലീസ് ഇതിന്റെ പിന്നിലും അരുണും സോഫിയയുമാണെന്ന് കണ്ടെത്തി. പലവട്ടം സാമിനെ കൊലപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾ വിജയിക്കാതെ വന്നപ്പോഴാണ് ഭക്ഷണത്തിൽ സൈനൈഡ് കലർത്തി നൽകാൻ ഇരുവരും തീരുമാനിച്ചതെന്നും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. നിർവികാരനായാണ് അരുൺ ശിക്ഷാവിധി കേട്ടതെങ്കിൽ കണ്ണീരൊഴുക്കിക്കൊണ്ടാണ് സോഫിയ ശിക്ഷ ഏറ്റുവാങ്ങിയത്. ഒരു സസ്പെൻസ് ഡ്രാമയുടെ എല്ലാ ചേരുവകളും വേണ്ടത്ര ഉണ്ടായിരുന്ന ഒരു കേസ്. ധാർമ്മികതയുടെ നേർവരകളെ കാറ്റിൽ പറത്തിയ 2 പേർ ചേർന്ന് നടപ്പാക്കിയ ക്രൂരകൃത്യം. കേസ് തെളിയിക്കുന്നതിന് പോലീസ് എടുത്ത റിസ്ക്കും സ്ട്രെയിനും എത്രയാണെന്നത് വ്യക്തം. കോടതി തെളിവുകളിൽ ഓരോന്നും ഇഴകീറി പരിശോധിച്ചു. തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെടാമെന്ന പ്രതികളുടെ മോഹത്തിനാണ് അതോടെ മങ്ങലേറ്റത്. ചോര പൊടിയാതെ, കുറ്റവാളിയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കേസ് തെളിയിച്ച ഓസീസ് പോലീസിന്റെ
ബ്രില്യൻസ്. ഒക്ടോബർ 13 ചൊവ്വാഴ്ച രാത്രി 11 മണി, കിർക്ക്ലാൻഡ് കോർട്ട്, എപ്പിംഗ്, മെൽബൺ, ഓസ്ട്രേലിയ. അന്നാണ് അവസാന ശ്രമം എന്ന നിലയിൽ സാമിനെ കൊലപ്പെടുത്തുവാനുള്ള ദിവസമായി അരുണും സോഫിയയും തിരഞ്ഞെടുത്തത്. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് സാം അവക്കാഡോ ജ്യൂസ് കഴിച്ചിരുന്നു. സാം അറിയാതെ ഈ അവക്കാഡോ ജ്യൂസിൽ സോഫിയ മയങ്ങിക്കിടക്കുവാനുള്ള ഉറക്കമരുന്ന് കലർത്തി നൽകി. ജ്യൂസ് കഴിച്ച് വൈകാതെ സാം ഉറക്കത്തിലേക്ക് വീണു. രാത്രി 11 മണിയോടെ വീടിന് പുറത്തെത്തിയ അരുൺ സോഫിയയുടെ സഹായത്തോടെ വീടിനകത്ത് കയറി. സോഫിയയുടെ ഓറഞ്ച് ജ്യൂസ് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് അരുൺ കയ്യിൽ കരുതിയിരുന്ന സൈനൈഡ് പൊടി ഓറഞ്ച് ജ്യൂസിൽ കലർത്തി. ഉറക്കമരുന്നിന്റെ ആലസ്യത്തിൽ കിടന്നുറങ്ങുകയായിരുന്ന സാമിനെ അരുൺ ഓറഞ്ച് ജ്യൂസ് കുടിപ്പിക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ വായിൽ നിന്നും നുരയും പതയും വന്ന് സാം മരിച്ചു. വായിലൂടെയാണ് സൈനൈഡ് സാമിന്റെ ശരീരത്തിനകത്തേക്ക് ചെന്നതെന്ന് പിന്നീട് ടോക്സിക്കോളജി വിദഗ്ധർ കണ്ടെത്തിയിരുന്നു. ജനുവരി 29 വൈകാതെ സാം വധക്കേസിന്റെ അന്തിമ വിചാരണ വിക്ടോറിയൻ സുപ്രീം കോടതിയിൽ തുടങ്ങി. 14 ദിവസങ്ങൾ നീണ്ട വിചാരണയിൽ കുറ്റകൃത്യത്തിൽ പ്രതികൾക്കുള്ള പങ്കും പ്രതികൾ തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്നതുമായ രേഖകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കി. 10 മാസം കൊണ്ടാണ് സങ്കീർണമായ കേസിൽ നിർണായകമായ കണ്ടെത്തലുകൾ നടത്തിയത്. അരുണിന്റെ കുറ്റസമ്മതം രഹസ്യമായി റെക്കോർഡ് ചെയ്തതും പോലീസ് കോടതിയിൽ ഹാജരാക്കി. സൈനൈഡ് തന്നെയാണ് മരണകാരണമെന്ന് തെളിയിക്കുന്ന ഫോറൻസിക് വിദഗ്ധരുടെ മൊഴികൾ, മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴികളും പ്രതികൾക്കെതിരായിരുന്നു. വിചാരണയ്ക്കിടെ അരുണിനൊപ്പം താമസിച്ചിരുന്ന മലയാളിയായ അജി പരമേശ്വരനെയും കോടതിയിൽ പോലീസ് ഹാജരാക്കി. അരുണിനെയും സോഫിയയും അരുണിന്റെ വീട്ടിൽ ഒരുമിച്ച് കണ്ടിട്ടുള്ളതായി അജി മൊഴി നൽകിയതും കേസിന്റെ നിർണായക തെളിവായി. ഇതോടെ പ്രതികൾ നീണ്ടനാൾ സാമിനെതിരെ ഗൂഢാലോചന നടത്തിയത് പ്രോസിക്യൂഷന് നിഷ്പ്രയാസം തെളിയിക്കാൻ സാധിച്ചു. ജൂൺ 21 വിചാരണയ്ക്കൊടുവിൽ കോടതി പ്രതികൾക്കായി ശിക്ഷ വിധിച്ചു. വിക്ടോറിയൻ സുപ്രീം കോടതിയിലെ ഗ്രീൻ കോർട്ടിലെ കോടതി മുറിയിൽ 3/4 മണിക്കൂർ നീണ്ട വിധി പ്രസ്താവമാണ് ജസ്റ്റിസ് പോൾ ക്ലോഗൻ പ്രതികളെ വായിച്ചു കേൾപ്പിച്ചത്. സാഹചര്യ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ സാം എബ്രഹാം വധക്കേസിൽ ഭാര്യ സോഫിക്ക് 22 വർഷം ജയിൽ ശിക്ഷയും കൊലപാതകത്തിന് മുഖ്യ ആസൂത്രകനായ അരുൺ കമലാസന് 27 വർഷത്തെ ജയിൽ ശിക്ഷയുമായിരുന്നു വിധി. 18 വർഷത്തിന് ശേഷം മാത്രമേ സോഫിയയ്ക്ക് പരോൾ നൽകാൻ പാടുള്ളൂ എന്നും കോടതി വിധിച്ചിരുന്നു. കൊലപാതകത്തിന്റെ പ്രധാന സൂത്രധാരനായ അരുൺ കമലാസന് 23 വർഷത്തെ ശിക്ഷാ കാലാവധി പൂർത്തിയായാൽ മാത്രമേ പരോളിന് അപേക്ഷിക്കാൻ കഴിയൂ എന്നും വിധിയിൽ എടുത്തു പറഞ്ഞിരുന്നു. 9 വയസ്സുള്ള മകന്റെ ഭാവിയെ കരുതി കടുത്ത ശിക്ഷ ഒഴിവാക്കണമെന്ന് സോഫിയ അപേക്ഷിച്ചിരുന്നു. എന്നാൽ കുട്ടി സോഫിയയുടെ സഹോദരിയോടൊപ്പമാണെന്ന് ചൂണ്ടിക്കാട്ടി അപേക്ഷ കോടതി തള്ളുകയും ചെയ്തു. വധശിക്ഷ നിരോധിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ. 1973 ഡെത്ത് പെനാൽറ്റി അബോളിഷൻ ആക്ട് പ്രകാരമായിരുന്നു ഓസ്ട്രേലിയയിൽ വധശിക്ഷ ഒഴിവാക്കിയത്. അതോടെ ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടിയ ശിക്ഷ ജീവപര്യന്തം തടവായി. സൈനൈഡ് കൊലക്കേസിൽ സോഫിയയ്ക്ക് ലഭിച്ച 22 വർഷത്തെ തടവും കാമുകൻ അരുൺ കമലാസൻ ലഭിച്ച 27 വർഷത്തെ തടവും അവർക്കുള്ള ശിക്ഷയല്ല, മറിച്ച് സാം എന്ന യുവാവിനെ വധിച്ചു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാമെന്ന അവിശുദ്ധ വിചാരത്തിനിട്ട കടിഞ്ഞാൺ മാത്രം. ഹോളിവുഡ് സിനിമകളെ അമ്പരപ്പിക്കുന്ന രീതിയിൽ ഓസ്ട്രേലിയൻ പോലീസും നീതിന്യായ വ്യവസ്ഥയും കുറ്റവാളികളെ പിന്തുടർന്നപ്പോൾ ലോക കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിക്കുന്ന കേസിലായിരുന്നു ശിക്ഷ വിധിക്കപ്പെട്ടത്. നാളെ വീണ്ടും കാണാം മറ്റൊരു കേസുമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.